ഇന്ന് ഒരു പായസമാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ പാൽപ്പായസം റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും റെഡിയാക്കി എടുക്കുന്നത്. പക്ഷെ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു 1/4 കപ്പ് അരി വേണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടും ചെയ്യാം. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിന് കറക്റ്റ് അളവൊന്നുമില്ല. 1-2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിന് ഞാൻ പ്രത്യേകിച്ച് അളവില്ല എന്ന് പറഞ്ഞത് നമ്മളിത് വെന്തതിന് ശേഷം ഊറ്റിക്കളയാണ് ചെയ്യുക. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവ് വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊരു 90% വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പം നന്നായിട്ട് ഉടഞ്ഞു പോകരുത്. അപ്പോൾ നല്ലോണം വെന്ത് പോകും. നമ്മളിത് പാലിലിട്ടിട്ടും കൂടി ഒന്ന് വേവിക്കുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. എന്നിട്ട് പച്ച വെള്ളത്തിൽ 1-2 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. ഒരുപാട് സ്റ്റാർച്ച് ഉണ്ടാവും, അത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പഞ്ചസാര മാത്രമാണെങ്കിൽ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ മിൽക്ക് മെയ്ഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിൽക്ക് മെയ്ഡ് ആകുമ്പം അതൊരു കോഫി മിൽക്ക് മെയ്ഡും കൂടി ചേരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ്, ക്രീമി ആയിരിക്കും നമ്മുടെ പായസം. അതുകൊണ്ടാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് താല്പര്യമില്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർത്താൽ മതി. പിന്നെ മിൽക്ക് മെയ്ഡ് മാത്രമാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ മാത്രമേ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ പാല് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ചൂടാക്കാൻ വെക്കുക. ആ സമയത്ത് തന്നെ നമുക്ക് വേറൊരു സ്റ്റൗവിൽ ഒരു സോസ് പാൻ ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു പിടി മാത്രമേ എടുത്തിട്ടുള്ളൂ, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ ഒരു കാഷ്നട്ട് റോസ്റ്റഡ് ആണ്, അതുകൊണ്ടാണ് 2 ഒന്നിച്ച് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ച ചോറില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ചോറ് നല്ലോണം റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടല്ല, നെയ്യിലൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ട് നെയ്യിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ജീരകശാല എന്ന് പറഞ്ഞില്ലേ, ഏത് ബിരിയാണി അരി ആയാലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ബസ്മതി റൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കൊരു കപ്പിൽ 1.5 ടീസ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട. കോഫി പൗഡർ ഒരുപാട് ചേർക്കുമ്പോൾ പായസത്തിനൊരു കയ്പിൻ്റെ ചുവയുണ്ടാവും. അപ്പോൾ 1.5 ടീസ്പൂൺ മതി. ഇതിലേക്ക് നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിന് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാല് നന്നായിട്ട് തന്നെ തിളച്ച് ഒന്നങ്ങ് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച ഐറ്റംസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചോറടക്കം കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ചോറിൻ്റെ ഉള്ളിലേക്ക് ഏലക്കായുടെ ഫ്ലേവറും അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ കോഫിയുടെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കളർ വരുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ പായസം ഒരു 5 മിനിറ്റും കൂടി തിളച്ചിട്ട് ഒന്നങ്ങ് കുറുക്കിയെടുക്കണം. ഓവറായിട്ട് അങ്ങ് കുറുകി പോകരുത്, കാരണം നമ്മുടെ പായസം നല്ല കട്ടിയായി പോകും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ പായസമാണ്. ഗസ്റ്റൊക്കെ ഉള്ള സമയത്ത് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.